ഇപ്പോൾ മലപ്പുറത്തേക്ക് ഒന്നുകൂടി പോകാതെ എങ്ങനെ എന്നതാണ്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. നിഖിലെ, കുറച്ചു മുമ്പ് ഗൂഗിൾ കാണിച്ചു തന്നു എന്താണ് ഒരു ആവേശം, മലപ്പുറത്ത് വലിയ തർക്കം നടക്കുന്നു എന്നതാണ്. ഇപ്പോൾ നിഖിലിന് എന്താണ് പറയാനുള്ളത്? ഞാനിപ്പോൾ ഉള്ളത് അനിൽ, ഞങ്ങളൊക്കെ ഇന്ന് കളി കാണുന്ന ഒരുപാടധികം ആളുകൾ മലപ്പുറത്തുകാർ ഒന്നടങ്കം വന്ന് കളി കാണുന്ന മലപ്പുറം ടൗൺ ഹാളിന് മുന്നിലാണ്. ടൗൺ ഹാളിൽ വലിയ സൗകര്യങ്ങൾ ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയൊക്കെ ചേർന്നുകൊണ്ടാണ്, ഇവിടുത്തെ ആളുകൾക്ക് നഗരസഭയും ചേർന്നുകൊണ്ടാണ് മലപ്പുറത്തെ ആരാധകരായിട്ടുള്ള ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്കൊക്കെ വളരെ ഫ്രീ ആയി വന്ന് കളി കാണാൻ പറ്റുന്ന സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇവിടെ നോക്കൂ, മലപ്പുറത്തിന്റെ ഒരു ഫുട്ബോൾ പ്രേമം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പൊന്മളയിലെ ഒരു പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ മത്സരം, അതായത് 21 വാർഡുകളിലുള്ള ആളുകളായി ടീമുകളായി മത്സരിക്കുന്ന നമ്മൾ കണ്ടു. ഇവിടെ ഇപ്പോൾ ഇനി ഫൈനൽ നടക്കുന്ന സമയം വരെ ഇവിടെ ഫുട്ബോൾ ക്വിസ് നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് കുട്ടികളൊക്കെ ഉൾപ്പെടുന്ന മികച്ച ടീമുകൾ ഉൾപ്പെടുന്ന ഒരു ഫുട്ബോൾ ക്വിസ് ഒരു ഭാഗത്ത് നടക്കുന്നു. ഒരു ഭാഗത്ത് ഈ ഫൈനൽ മത്സരത്തോടനുബന്ധിച്ച് പഞ്ചായത്ത് തല ലോകകപ്പ് മത്സരം നടക്കുകയാണ്. അങ്ങനെ മലപ്പുറത്തിന്റെ ഫുട്ബോൾ പ്രേമം എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ ആരാധകരൊക്കെ തന്നെ, ഇവരൊക്കെ ചില അർജന്റീന ആരാധകരുണ്ട്, സ്പെയിൻ ആരാധകരായി മാറിയ ആളുകളുണ്ട്. അവരൊക്കെ അവസാനവട്ട പ്രതീക്ഷകളിലാണ്. ഇന്നിപ്പോൾ ഞങ്ങളൊക്കെ കളി കാണുന്ന ഈ ടൗൺ ഹാളിൽ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും ദിവസം പ്രൊജക്ടറൊക്കെയാണ് അവർ വെച്ചിരുന്നതെങ്കിൽ ഫൈനൽ മത്സരം ഏറ്റവും ഭംഗിയായി കാണാൻ ഈ LED വാള് തന്നെ എത്തിച്ചിരിക്കുകയാണ് ഇത്തവണ. എന്താണ് ഫൈനൽ മണിക്കൂറിലെ പ്രതീക്ഷ? ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയിലാണ്. വ്യാപാര വ്യവസായ യൂത്ത് വിങ്ങും അതുപോലെ മലപ്പുറം നഗരസഭയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നമ്മൾ മലപ്പുറം ടൗൺ ഹാളിൽ വെച്ചിട്ട് ഒരു ബിഗ് സ്ക്രീൻ പ്രദർശനമാണ് ഇവിടെ ഉള്ളത്. ഏകദേശം ഒരു 20 അടി സ്ക്വയർ ഫീറ്റിൽ LED വാളോട് കൂടിയിട്ട് ജനങ്ങൾക്കുള്ള ഫുൾ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ ഏകദേശം ഒരു 1300-1400 പേരാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഞങ്ങൾ ഏകദേശം 2000 പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലേ, അന്ന് ഇപ്പൊ ഈ സെമി കഴിഞ്ഞ സമയത്തെ നമ്മൾ ഇവിടുന്ന് കളിയൊക്കെ കഴിഞ്ഞു പോയി, മലപ്പുറം ടൗൺ മൊത്തം ഇവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് കുഞ്ഞേട്ട? എല്ലാം സെറ്റല്ലേ? സെറ്റാണ്. എന്തായാലും കളി വരുന്നത് 90 മിനിറ്റ്, 90+10. അതും കൂടി കഴിഞ്ഞിട്ടാണ് എതിരാളികൾ നമ്മളോട് വർത്തമാനം പറയുള്ളത്. ഒരു ഗോള് നമുക്ക് കൊണ്ടുവല്ലിയിട്ട് ചാടാൻ നിൽക്കേണ്ട ആരും, അത് ഫുള്ള് ടൈം കഴിഞ്ഞിട്ടുള്ള സംസാരം നമുക്ക് അവരോടുള്ളൂ. ഇവിടെ ഇപ്പൊ ഇതായി മാറിയ ആൾക്കാരുണ്ടല്ലോ, അതായത് സ്പെയിനായി മാറിയ ആളാണ് ഇദ്ദേഹം എന്നാ പറയുന്നത്. തീർച്ചയായും ഈ കളി സ്പെയിന് കൊണ്ടുപോകുന്ന എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ താങ്കൾ സ്പെയിനല്ലായിരുന്നല്ലോ? അല്ല, ഈ സ്പെയിൻ ബ്രസീലായിരുന്നു ഉള്ളത്. ഓപ്പണായി പറയാലോ, ബ്രസീലായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്പെയിൻ്റെ കൂടെയാണ്. അർജന്റീന തോൽക്കും, അത് ഷുവറാണ്. എന്താണ് ഇന്നത്തെ ഒരു പ്രതീക്ഷ? തീർച്ചയായിട്ടും അർജന്റീന കപ്പടിക്കും. തീർച്ചയായിട്ടും അർജന്റീന തൂക്കുമോ? എന്താ പ്രതീക്ഷ? ഇതിപ്പോ റഫറി ചതിക്കും. അർജന്റീന കൂടെ റഫറി ഉണ്ടാവില്ല. നിലവില് സാമ്പാർ മുന്നേടി നിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ബ്രസീലും സ്പെയിനും പാടെ കൂട്ടിയിട്ട് അവർക്കൊരു പുതിയൊരു പേരിട്ടിട്ട്. നിങ്ങൾ കമ്മിറ്റി ടീം എന്നാ പറയുന്നത്? അങ്ങനെയല്ല, കമ്മിറ്റി ടീം അല്ല. ഇപ്പൊ അവർക്ക് ടീമിന്റെ പേരാണ് ബ്രെയിന്. ആ ടീമിനില്ലാതെ പോയ പേരാണ് ബ്രെയിൻ. എന്താണ് ഇന്നത്തെ പ്രതീക്ഷ? കളിയാണ് സ്പോർട്സ് മാച്ച് ബീച്ചിൽ കാണാം. നമ്മൾ അർജന്റീന അല്ല, നമ്മൾ നെതർലാൻഡ് ഫാനാണ്. നമ്മൾ പുറത്തായി. എന്തായാലും കളിയാണ്. നമ്മൾ മലപ്പുറത്തേക്കാരല്ല, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ആവേശമാണ്. കളി അതിൻ്റെതായ രീതിയിൽ കാണാം. എത്ര നമ്മളെ ടൗൺ ഹാളിന്റെ കപ്പാസിറ്റി? 1400 ഞാൻ ഒന്ന് ഓടിച്ച് കാണിക്കാല്ലേ. നമ്മളെല്ലാവരും ഇരുന്ന് കളി കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. ഒരുപാട് ജനപ്രതിനിധികളും ഒക്കെ ഇവിടേക്ക് വരും. ഇത് ഇവിടുത്തെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി, അതോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭയും മലപ്പുറം നഗരസഭയും ചേർന്നാണ് ഇത്തരം ഒരു സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. താഴെ മുകളിലൊക്കെ ആയിട്ട് ഒരുപാടധികം ആളുകൾക്ക് ഇരുന്ന് കാണാൻ പറ്റും. ഇത് മാത്രമല്ല, പിന്നെ പുറത്ത് നിന്നിട്ടും ഒക്കെ ഉണ്ടാവും. ഇവിടെ വരുന്ന ആളുകൾക്ക് ചെറിയൊരു സ്നാക്സ്, ചായയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഉറങ്ങാതൊക്കെ ഇരിക്കണമല്ലോ, അപ്പോൾ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പുറത്തേക്ക് നമുക്ക് പോയാൽ അവിടെ ഈ ഒരേ സമയം ഇത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്വിസ് മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു ലോകകപ്പിന് വേണ്ടി എല്ലാവരും അണിനിരക്കുമ്പോൾ അതിൻ്റെ ഒരു സ്പിരിറ്റ് കുട്ടികളിലേക്കും അതോടൊപ്പം തന്നെ കുറച്ചും കൂടെ ഒന്ന് ഇൻഫർടൈൻമെൻറ്റ് കൂടി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഈ ലോകകപ്പ് ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് കുട്ടികളോട് ചോദിക്കുന്നത്, അവിടുത്തെ മത്സരാർത്ഥികളോട് ചോദിക്കുന്നത്. അതിന് വളരെ കൃത്യമായി അവർ മറുപടിയും നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു നിമിഷം വേണമെങ്കിൽ അതിന്റെ ഒരു ആ ചോദ്യങ്ങളിലേക്ക് പോകാമെന്നാണ് കരുതുന്നത്. അനിൽ? യെസ്, എന്തായാലും നിഖിലാണ് മലപ്പുറത്ത് നിന്ന് ചേർന്നത്. വലിയ ആവേശത്തിലാണ് നാട് ഉള്ളത്. ലോകകപ്പ് ആവേശത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് നാട് മൊത്തമുള്ളത്. ലോകമെമ്പാടുമുള്ളതിൻ്റെ ഒരു പരിച്ഛേദം തന്നെ നമുക്ക് അവിടെ കാണാം എന്ന് തന്നെയാണ്. പല മത്സരങ്ങൾ, നേരത്തെ ഷൂട്ടൗട്ട് മത്സരം ഉണ്ടായിരുന്നു, ഫുട്ബോൾ മത്സരം തന്നെ സംഘടിപ്പിച്ചിരുന്നു. ഒരു പഞ്ചായത്തിലെ 21 വാർഡുകളെയും ഓരോരോ ടീമുകളായി തരംതിരിച്ച് അങ്ങനെ ഒരു മത്സരത്തിനെ കുറിച്ച് കാലത്ത് മലപ്പുറത്ത് നിന്ന് നിഖിൽ തന്നെ കാണിച്ചു തന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.